ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ദേ യോക്കൂട്ടിനെ ഞാൻ അംഗൻവാടി കൊണ്ടുവന്നാക്കാൻ വേണ്ടി റെഡിയാക്കുവാണ്. തലജീവന ഇഷ്ടമൊന്നുമല്ല. പിന്നെ അവൻ്റെ തലമുടി എന്തോ ഒരു രീതിയാലും ഇങ്ങനെ മുള്ളു പോലെ പൊങ്ങിയിരിക്കും. അതിങ്ങനെ പരന്നിരിക്കില്ല, എപ്പോഴും ഇങ്ങനെ പൊങ്ങിയിരിക്കുള്ളൂ. അപ്പോൾ റെഡിയാക്കി കഴിഞ്ഞ് ആളിങ്ങനെ ഫോണൊക്കെ നോക്കി സംസാരിക്കും കേട്ടോ. ഹേ ഗായ്സ് എന്ന് വിളിച്ച ആളും സംസാരിക്കും. ഞാൻ വീഡിയോ എടുക്കണമെന്നൊക്കെ പറയുന്നത് കേൾക്കാം. നമ്മൾ വീഡിയോ ആണില്ലേ കൊമ്പടാണില്ലേ കുയിലില്ലേ ആ കണ്ടും കുഞ്ഞ് കണ്ണുവെക്കും എന്താ പിന്നെ കാണാം. അവൻ്റെ വീഡിയോ എടുക്കലും സംസാരമൊക്കെ കഴിഞ്ഞ് അവനൊരു സൈഡിലേട്ടാക്കിയിട്ട് ഞാൻ അവൻ്റെ ബാഗ് എടുത്തു വെക്കുക. ബാഗിലൊരു ബുക്കും പിന്നെ ഒരു ജോഡി ഡ്രസ്സോ വെക്കുന്നുണ്ട്. ടെക്സ്റ്റും ഉണ്ട്. ടെക്സ്റ്റ് അംഗൻവാടി തന്നെയാണ്. ഇപ്പോൾ ഒരു ജോഡി ഡ്രസ്സ് വെക്കണം. ഡ്രസ്സ് വെച്ചില്ലെങ്കിൽ ഈ ഫുഡൊക്കെ കഴിക്കുമ്പോൾ അഴുക്കാവുമ്പോൾ അപ്പം തന്നെ മാറാൻ വേണ്ടി ആ ഒരു ജോഡി ഡ്രസ്സും കൂടി വെക്കാൻ പറയുന്നത്. ഇയാളാണെങ്കിൽ ഒരു തുള്ളി വെള്ളമായി കഴിഞ്ഞാൽ അപ്പം തന്നെ ഇയാൾക്ക് മാറണം. അപ്പോൾ ഇവനെ റെഡിയാക്കിയിട്ട് വേണം എനിക്ക് റെഡിയാവാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ബാഗിലേക്ക് അത് രണ്ടും എടുത്തു വെച്ചാൽ മാത്രം മതി. വേറെ എനിക്കൊന്ന് റെഡിയാവുക, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞത് ഞാനും കൂടി റെഡിയായിട്ട് വരാം. ഓക്കെ. ആക്ച്വലി ഇത് ലിപ്സ്റ്റിക്കാണ്. എവിടെ പോണു? ഞാന് അങ്ങമായ പോനെ 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 ചിറ്റാനെ വിളിക്ക്. അപ്പോൾ ഞങ്ങളുടെ റെഡിയാവലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് പുറത്തായിട്ട് ഇറങ്ങി. അവൻ ചിറ്റാനെ വിളിക്കുവാണ്. ഇത് അനിയൻ്റെ കുട്ടിയാണ്. അനിയൻ്റെ കൊച്ചും വരുന്നുണ്ട്. അനിയൻ്റെ കൊച്ചെന്ന് പറയുമ്പോൾ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ കൊച്ച്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോയി. ഞങ്ങൾ ഒരുമിച്ചായിട്ട് അംഗൻവാടി പോകുന്നത്. രണ്ടുപേരും ഒരു 1.5 മാസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇതേ രണ്ടുപേരും കൂടി റോട്ടിൽ കൂടെ ഓട്ടമാണ്. ചേട്ടൻ കാണിക്കണ പോലെ തന്നെ അനിയത്തിയും കാണിക്കും. കുറച്ചും കൂടി പോകാനുണ്ട്. പോണ വഴിക്ക് അവനൊന്ന് ജസ്റ്റ് ഒന്ന് വീഴ്ചയും കഴിഞ്ഞ് പിന്നെയും വീഴുമെന്ന് പറഞ്ഞാലും ഓടല്ലേന്ന് പറഞ്ഞാലും ആൾ കേൾക്കുകയൊന്നുമില്ല. ആളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. വീഴ്ചയൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല, നിസ്സാരമാണ് അതൊക്കെ. അത് ഇങ്ങനെ പോകുന്ന വഴിക്കൊരു കാവുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ കമ്പലാന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അംഗൻവാടിയിലെത്തുമ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടാകും. ഞങ്ങളായിരിക്കും ഏറ്റവും അവസാനം എത്തുന്ന ആൾക്കാർ. എന്ത് ചെയ്താൽ നടക്കാൻ ഭയങ്കര മടിയാണ്. ആൾക്കാരോടൊക്കെ ഇങ്ങനെ കാണുന്ന ആൾക്കാരോടൊക്കെ ഇങ്ങനെ ഹായ് ബായ് ഒക്കെ പറഞ്ഞ് ഹലോ ചേട്ടാ, ഹായ് ചേച്ചി എന്നൊക്കെ വിളിച്ച് ആളെല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട് മിങ്കിളാവും വേഗം. അപ്പോൾ അത് കാരണം എല്ലാവരുമായിട്ട് സംസാരിച്ച് വിശേഷമൊക്കെ പറഞ്ഞ് പതിയെ അംഗൻവാടിയിൽ എത്തണം. ഇതേ അംഗൻവാടി ചെന്ന് കയറുന്ന സീനാണ് ഈ കാണുന്നത്. ചെന്ന് ഇനി ചെരുപ്പൊക്കെ പതിയെ ഊരി അവിടെ സ്റ്റാൻഡിലൊക്കെ കയറ്റി വെച്ച് ബാഗൊക്കെ ഊരി വെച്ച് ബുക്കൊക്കെ എടുത്ത് കൊടുക്കണം ടീച്ചർക്ക്. ചെല്ലുമ്പോൾ തന്നെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞോളൂ കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. അംഗൻവാടിയിൽ ഇരിക്കാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇഷ്ടമൊക്കെയാണ്. കളിക്കാൻ കൂട്ടുകാരുണ്ടല്ലോ. അപ്പോൾ അത് കാരണം മസിൽ കാണിക്കണതാട്ടോ. എല്ലാവരും ഈ മസിലുണ്ടെന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കലാണ്. ഇവിടെ നിന്ന് പുഷപ്പ് അടിക്കലും എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അവൻ ബുക്ക് കൊണ്ടുപോയി കൊടുത്ത് ഉമ്മ തരാൻ വന്ന സീനാട്ടോ. ആദ്യം എനിക്ക് ആൾ ഒരു ഉമ്മ തരും. അത് കഴിഞ്ഞ് ബേബി എന്നാണ് അവൾ വിളിക്കണേ. പെൺകൊച്ചിനെ അങ്ങനെ വിളിക്കുന്നത് ബേബിന്ന്. അപ്പോൾ ബേബിക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ എനിക്ക് ഉമ്മ വേണമെന്നും പറഞ്ഞ് എനിക്ക് ഉമ്മ തന്ന് ടാറ്റയൊക്കെ തരുവാണേ. അപ്പോൾ